Hello everybody, welcome to CS Classroom. നമ്മൾ 5th സെമസ്റ്ററിന്റെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കോഴ്സ് കോഡ് PCCST 502. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ 2019 സ്കീമിന്റെ ഒരുപാട് സിലബസ് ഇതിനകത്ത് കോമൺ ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി ഒരു മോഡ്യൂളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോ ടോപ്പിക്സിനെയും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബൈ ദ ടൈം വി റീച്ച് AVL ട്രീസ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവത്തുള്ളൂ. റൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അൽഗോറിതംസ്. ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അൽഗോറിതംസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പിന്നെ ഒരു അൽഗോറിതത്തിൽ നമ്മൾ അനലൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബെസ്റ്റ് വേർസ്റ്റ് ആൻഡ് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. സോ മോഡ്യൂളിന്റെ ടോപ്പിക് അനുസരിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു അൽഗോറിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്, വാട്ട് ഇസ് ആൻ അൽഗോറിതം? ഇതായിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അൽഗോറിതം എന്ന് പറയുന്നത് ഫൈനൈറ്റ് സീക്വൻസസ് ഓഫ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ടു സോൾവ് എ പ്രോബ്ലം ഓർ പെർഫോം എ കമ്പ്യൂട്ടേഷൻ. റൈറ്റ്, സോ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് ഓഫ് സീക്വൻസ് ഓഫ് ഫൈനൈറ്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതും. ഓക്കെ, ഇന്ന കാര്യം ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് ചെയ്യണം, മൂന്നാമത്തേത് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്താണ് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റെപ്സ് എഴുതി വെക്കുക. അതിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സപ്പോസ് നമ്മുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം, റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് നമുക്ക് ചായ ഉണ്ടാക്കണം. ഓൾറൈറ്റ്, സോ ചായ ഉണ്ടാക്കുന്നത് ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്സ് കാര്യങ്ങൾ എഴുതും. ഓൾറൈറ്റ്, സോ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് വെള്ളം തിളപ്പിക്കണം, ബോയിൽ വാട്ടർ, ദെൻ ചായപ്പൊടി ആഡ് ചെയ്യണം, ആഡ് ടീ പൗഡർ, ദെൻ എന്ത് ചെയ്യണം, ഷുഗർ ആഡ് ചെയ്യണം, മിൽക്ക് ആഡ് ചെയ്യണം. ഇത് പല രീതിയിലും ചെയ്യാം, പല സീക്വൻസും ഉണ്ടാവും, പക്ഷെ ഞാൻ ഈ സീക്വൻസ് ആണ് എടുക്കുന്നത്. മിൽക്ക് ആഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ തിളപ്പിക്കണം, എന്നിട്ട് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. റൈറ്റ്, അപ്പൊ നമുക്ക് ഇവിടെ ഫൈനൈറ്റ് സീക്വൻസ് കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, 7 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഈ സംഭവം തീർന്നു. ഓൾറൈറ്റ്, ആൻഡ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്, പ്രോപ്പർലി ഇൻസ്ട്രക്ഷൻസിന് എഴുതിയിട്ടുണ്ട്. എന്തിനാ? ടു സോൾവ് എ പ്രോബ്ലം എന്താണ്? മേക്കിംഗ് ടീ. റൈറ്റ്, സോ സ്റ്റെപ്പ് ബൈ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. സോ എന്താണ് മേക്കിംഗ് ടീന്റെ ഒരു അൽഗോറിതം ആണിത്. റൈറ്റ്, സോ അതുപോലെ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസിലായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിയറിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ പ്രോഗ്രാമിംഗ് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ അൽഗോറിതം എഴുതി വെക്കണം. റൈറ്റ്, സോ അൽഗോറിതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻസ്ട്രക്ഷനെ വെൽ ഡിഫൈൻ ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. റൈറ്റ്, നൗ ഇനി അൽഗോറിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഇൻപുട്ട് ഉണ്ടാവണം. റൈറ്റ്, സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോറിതം എന്ന് പറയുമ്പോൾ ആൻ അൽഗോറിതം ഷുഡ് അക്സെപ്റ്റ് അല്ലെങ്കിൽ മസ്റ്റ് അക്സെപ്റ്റ് 0, 1 ഓർ മോർ ഇൻപുട്സ്. ഒരു ഇൻപുട്ട് ഇല്ലാതെയും പ്രോഗ്രാം എക്സിക്യൂട്ട് ആവാം, ഒന്നോ അതിൽ കൂടുതലോ ഇൻപുട്സും കൊടുക്കാം. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡേറ്റ പ്രൊവൈഡഡ് ടു ദി അൽഗോറിതം ടു സോൾവ് എ പ്രോബ്ലം. നമ്മുടെ ചായയുടെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇൻപുട്ട് ഉള്ളത്? വെള്ളം, ടീ പൗഡർ, ഷുഗർ, മിൽക്ക്, ഹീറ്റ് കൊടുക്കണം, ഫിൽട്ടർ വേണം. റൈറ്റ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഇൻപുട്സ് ആണ്. എന്തിനു വേണ്ടി? ചായ ഉണ്ടാക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. റൈറ്റ്, സോ അതുപോലെ തന്നെ നമ്മുടെ അൽഗോറിതം നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെ നമ്മൾ എന്ത് പറയാ? ഇൻപുട്ട് എന്ന് പറയാം. ചിലപ്പോൾ 0 ഡേറ്റ ആയിരിക്കാം, ചിലപ്പോൾ 1 ഓർ മോർ ഇൻപുട്സ് നമുക്ക് കൊടുക്കാം. മൂവിങ് ഓൺ, അടുത്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. അൽഗോറിതം തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് 1 മീനിങ് ഔട്ട്പുട്ട് എങ്കിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ അൽഗോറിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ. ഓൾറൈറ്റ്, സോ അൽഗോറിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 മീനിങ് ഔട്ട്പുട്ട്, ഒന്നോ കൂടുതൽ 1 ഓർ മോർ ഔട്ട്പുട്ട്സ് ഉണ്ടാവാം, പക്ഷെ അറ്റ്ലീസ്റ്റ് 1 മീനിങ് ഔട്ട്പുട്ട് എങ്കിലും ഉണ്ടാവണം. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ ചായയുടെ എക്സാമ്പിളിൽ ഔട്ട്പുട്ട് എന്താണ്? കപ്പ് ഓഫ് ടീ തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ട്. റൈറ്റ്, നൗ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ആംബിഗ്യൂറ്റി, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവണം. എവറി സ്റ്റെപ്പ് ഇൻ ആൻ അൽഗോറിതം മസ്റ്റ് ബി ക്ലിയർ, പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യൂസ്. അൺആംബിഗ്യൂസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ഹാവ് ഓൺലി 1 മീനിങ്, ഒരൊറ്റ മീനിങ് എല്ലാ ഇൻസ്ട്രക്ഷനും പാടുള്ളൂ. അൺആംബിഗ്യൂസ് ആയിട്ട് ഒരു
ഇൻസ്ട്രക്ഷനും പാടില്ല. അത് നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ വേറെ മീനിങ്ങും വരാലോ എന്ന് പറയുവാണെങ്കിൽ അത് അൽഗോരിതം പ്രോപ്പർ അല്ല എന്നർത്ഥം. ഓൾറൈറ്റ്. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയിൽ സം വാട്ടർ എന്ന് പറയുകയാണ്. എത്ര വെള്ളം തിളപ്പിക്കണം നമുക്ക് അറിയത്തില്ല. ബോയിൽ സം ടീ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഇൻസ്ട്രക്ഷനാണ്. കാരണം എത്ര ടീ പൗഡർ ഇടുന്നുള്ള കാര്യം ഡിഫൈൻ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരാൾ പുതിയതായിട്ട് ചായ ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ആൾ ചോദിക്കും എത്ര വെള്ളമാണ്. കുറച്ച് ചായപ്പൊടി എന്ന് പറയുമ്പോൾ ആൾ ചോദിക്കും കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര. അതുപോലെ സം ഷുഗർ, സം മിൽക്ക്, സം ടൈം ബോയിൽ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതൊരു ആംബിഗ്യുവസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. റൈറ്റ്. അനാംബിഗ്യുവസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. 2 കപ്പ് 500 ml ഓഫ് വാട്ടർ എടുക്കുക, 2 ടീസ്പൂൺ ടീ പൗഡർ ഇടുക, 2 ടീസ്പൂൺ ഷുഗർ ഇടുക, റൈറ്റ്. 1.5 കപ്പ് 125 ml ഓഫ് മിൽക്ക് ഇടുക, റൈറ്റ്. എന്നിട്ട് 2 മിനിറ്റ് തിളപ്പിക്കുക. ഇതെല്ലാം എന്താണ്? ഡിഫൈൻ ചെയ്ത് ഡെഫിനിറ്റ് ആണ്. ഓൾറൈറ്റ്. സോ ഒരു അൽഗോരിതത്തിന്റെ മൂന്നാമത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ്നെസ് ആണ്. അതായത് അൺആംബിഗ്യുവസ് ആയിരിക്കണം, എല്ലാ സ്റ്റെപ്സും പ്രിസൈസ് മീനിങ് ഉണ്ടാവണം, ഒന്നിനും എന്താണ് ഒരു ആംബിഗ്യൂറ്റി പാടില്ല. സോ നമ്മുടെ പ്രോപ്പർ നമ്മുടെ പ്രോഗ്രാമിംഗിലൊക്കെ അൽഗോരിതം എഴുതുമ്പോഴും ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഓരോ സ്റ്റെപ്സും എന്താണ്? ഡിഫൈൻ ആയിരിക്കണം, പ്രോപ്പർലി മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഓൾറൈറ്റ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ്നെസ്. ഫൈനൈറ്റ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ആവണം. റൈറ്റ്. ആൻ അൽഗോരിതം മസ്റ്റ് ടെർമിനേറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതിന്റെ അർത്ഥം അതെന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് കണ്ടിന്യൂ ഫോർ ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കരുത്. ലൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കണം. റൈറ്റ്. സോ ടെർമിനേറ്റ് ചെയ്യണം ആഫ്റ്റർ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതാണ് ഫൈനൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഒരിക്കലും അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോവരുത് അൽഗോരിതം. റൈറ്റ്. ഇപ്പൊ നമ്മൾ ഇത് പറയുവാണ്, ഫിൽട്ടർ ടീ ചെയ്തതിനു ശേഷം വീണ്ടും തിളപ്പിക്കുക, എന്നിട്ട് പിന്നെയും ടീ പൗഡർ ഇടുക, ദെൻ ഷുഗർ ആഡ് ചെയ്യുക, ദെൻ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് നോൺ ഫൈനൈറ്റ് അൽഗോരിതം. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. അൽഗോരിതം എപ്പോഴും എന്താ? ടെർമിനേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് അതിനകത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ. റൈറ്റ്. അതാണ് ഫൈനൈറ്റ്നെസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ക്യാരക്ടേഴ്സ് ഓഫ് അൽഗോരിതത്തിൽ അടുത്തത് എഫക്റ്റീവ്നെസ്. Every step of an algorithm should be simple, basic and practically executable. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം, ബേസിക് ആയിരിക്കണം, അതുപോലെ എന്താണ്? വളരെ പ്രാക്ടിക്കലി നമുക്കത് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. റൈറ്റ്. സോ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പോസിബിൾ ടു പെർഫോം ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ഒക്കെ വരുന്നതെങ്കിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. റൈറ്റ്. സിംപിളി എക്സിക്യൂട്ടബിൾ ആയിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അതിന്റെ പറയുന്നത് ദീസ് എഫക്റ്റീവ് സ്റ്റെപ്സ് എന്താണ്? ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ സിമ്പിൾ, ക്ലിയർ ആൻഡ് പ്രാക്ടിക്കലി എക്സിക്യൂട്ടബിൾ. അതിന്റെ അർത്ഥം എന്താണ്? അൽഗോരിതം എഫക്റ്റീവ് ആണ്. റൈറ്റ്. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് ആണ്. സോ 4 ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ്സ് നമ്മൾ കണ്ടു. ഇനി ഒരു അൽഗോരിതത്തെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ എന്താണ്? റൈറ്റ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അനലൈസ് ചെയ്യണം. റൈറ്റ്. അതുപോലെ തന്നെ അൽഗോരിതം നമ്മൾ ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്. റൈറ്റ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ക്രിക്കറ്റ് ഗെയിം കാണുവാണെങ്കിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഒരു ബാറ്റിംഗ് സ്റ്റാൻഡേർഡിൽ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ആ ബാറ്റിംഗ് പെർഫോമൻസ് ഒരു ടീമിന് നല്ലതായിരുന്നു, പക്ഷെ ബോളിംഗ് അത്രയും പോരായിരുന്നു. റൈറ്റ്. സോ ബാറ്റിംഗിന്റെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ബാറ്റിംഗ് ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ അൽഗോരിതത്തിൽ നമ്മൾ ചില ക്രൈറ്റീരിയ ഉണ്ട് അൽഗോരിതത്തെ അളക്കാൻ വേണ്ടി. ആ ക്രൈറ്റീരിയ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്രൈറ്റീരിയ ഫോർ അനലൈസിങ് ആൻ അൽഗോരിതം ആർ ദ പാരാമീറ്റേഴ്സ്, പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സ് യൂസ് ടു ഇവാലുവേറ്റ് ഹൗ ഗുഡ് ഓർ എഫിഷ്യന്റ് ആൻ അൽഗോരിതം ഈസ്. റൈറ്റ്. ഇപ്പൊ നമുക്കൊരു കൺസിഡർ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഓക്കെ. ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ. സപ്പോസ് ടീം എ സമയം എടുത്ത 5 ദിവസം, പക്ഷേ 20 വർക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ടീം എന് വാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ 5 ദിവസം കൊണ്ട് പരിപാടി തീർന്നു. റൈറ്റ്. പക്ഷെ ഞാൻ എന്താണ് വർക്കേഴ്സിന്റെ കണക്കാണ് എൻ്റെ ക്രൈറ്റീരിയയിൽ ഉള്ളതെങ്കിൽ ഞാൻ പറയും ടീം എ 20 വർക്കേഴ്സ് ഉണ്ട്, അത് വേണ്ട എനിക്ക്, ആ രീതിയിൽ ഞാൻ പറയും. അപ്പോൾ ചില ആളുകൾക്ക് സമയമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പെട്ടെന്ന് സമയത്തിനുള്ളിൽ ഇത് തീർക്കണം. റൈറ്റ്. അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളത് പണി തീർക്കണമെങ്കിൽ അവർ പറയും ടീം എ ആണ് എനിക്ക് വേണ്ടത്. റൈറ്റ്. ഇനി അടുത്ത എന്ന് പറയുമ്പോൾ ടീം ബി 8 വർക്കേഴ്സേ ഉള്ളൂ, പക്ഷെ 8 ദിവസം എടുക്കുന്നുണ്ട്. റൈറ്റ്. ആൻഡ് ഇഫ് ഐ ആം മൈ ക്രൈറ്റീരിയ ഇസ് വർക്കേഴ്സ്, അപ്പം ഞാൻ എന്താ പറയുക, കുഴപ്പമില്ല, 8 വർക്കേഴ്സ് ആയാലും കുഴപ്പമില്ല, 8 ദിവസം എടുത്താലും കുഴപ്പമില്ല, 8 വർക്കേഴ്സ് മതി, എനിക്ക് കൂടുതൽ വർക്കേഴ്സ് വേണ്ട. റൈറ്റ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ക്രൈറ്റീരിയ യു ആർ ടേക്കിംഗ്. റൈറ്റ്. സോ ഒരു അൽഗോരിതം അനലൈസ് ചെയ്യാൻ വേണ്ടി
നമ്മൾ പല ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യും. അതിലൊരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തത്. അൽഗോരിതത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക്കലി എന്താണ് പറയുന്നത്, ഒരു പ്രോബ്ലം എത്ര എഫിഷ്യൻ്റ്ലി സോൾവ് ആവും എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യം വെച്ച്. ഒന്ന് ടൈം, സ്പേസ്, റൈറ്റ്. സോ ഇതിന് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയും, സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയും. നമുക്ക് നോക്കാം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. ഹൗ മച്ച് ടൈം ഡസ് ദി അൽഗോരിതം ടേക്സ് ടു എക്സിക്യൂട്ട്. സിമ്പിൾ, റൈറ്റ്. എത്ര സമയമാണ് ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ. സപ്പോസ് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് 2 പോസിബിൾ അൽഗോരിതംസ് ഉണ്ട്, അതിൽ കൂടുതലുണ്ടാവാം. ഓൾറൈറ്റ്. അപ്പോൾ ഒരു അൽഗോരിതം 2 സെക്കൻഡിനുള്ളിൽ എൻ്റെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുവാണ്. മറ്റേ അൽഗോരിതം ബി 20 സെക്കൻഡ് എടുക്കുവാണ്. തീർച്ചയായിട്ടും ഞാൻ എന്ത് പറയും, അൽഗോരിതം എ ഈസ് better because it completes the task in less time. So എന്താണ്, you can see algorithm B 20 seconds and algorithm A 2 seconds എടുക്കുന്നുള്ളൂ, right? So time complexity എന്താണ് പറയുന്നത്, it measures the amount of time an algorithm takes to run as a function of input size. That means ഒരു ഇൻപുട്ട് സൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സപ്പോസ് n ഇൻപുട്സ് കൊടുക്കുവാണ്. ഈ n ഇൻപുട്സിനെ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്? അതിനെ നമ്മൾ എന്താ പറയുക, ടൈം കോംപ്ലക്സിറ്റി. എത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കുന്നുണ്ട് n ഇൻപുട്സ് നമ്മൾ കൊടുത്താൽ, right? So lower time means faster execution, obviously. Better algorithms aim to solve a problem in minimum time. So time complexity help us to choose the best efficient algorithm. So നമ്മൾ obviously കുറേ അൽഗോരിതം എഴുതും, എന്നിട്ട് ടൈം കോംപ്ലക്സിറ്റി വെച്ച് നമ്മൾ നോക്കും ഏത് അൽഗോരിതം ആണ് ബെറ്റർ, എത്രയും പെട്ടെന്ന് ഏത് അൽഗോരിതം ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും അതിനെ ചൂസ് ചെയ്യുള്ളൂ. ഇത് ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് space complexity ആണ്. That means how much memory does the algorithm require during execution, right? Suppose ഒരു അൽഗോരിതം 5 MB സ്പേസ് മാത്രമേ എടുത്തുള്ളൂ, മറ്റേ അൽഗോരിതം 500 MB സ്പേസ് എടുത്തു. അപ്പൊ നമ്മൾ സ്പേസിന്റെ വെച്ച് നോക്കുവാണ്, നമ്മൾ എന്ത് പറയും, ഓക്കെ അൽഗോരിതം എ ബെറ്റർ ആണ്, 5 MB യൂസ് ചെയ്യുന്നുള്ളൂ. മറ്റേന്ന് പറയുമ്പോഴത്തെ ഒരുപാട് സ്പേസ് എടുക്കുന്നുണ്ട്. സോ സ്പേസ് കോംപ്ലക്സിറ്റി അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ് മെമ്മറി ആൻഡ് അൽഗോരിതം നീഡ്സ് ഡ്യൂറിങ് ഇറ്റ്സ് എക്സിക്യൂഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് സൈസ്. സോ ഒബ്വിയസ്ലി കൂടുതൽ മെമ്മറി എടുക്കുവാണ് നമ്മൾ പറയും മെമ്മറി കൺസ്ട്രെയിൻറ്റ് കൂടുതലാണ്, ബെറ്റർ അൽഗോരിതം എന്താണ്, അൽഗോരിതം എ ആണ്. നമ്മൾ ഈ 2 കോംപ്ലക്സിറ്റീസിൽ നമ്മൾ എന്താ നോക്കുന്നത്, കുറച്ച് കൂടുതൽ സ്പേസ് എടുത്താലും കുഴപ്പമില്ല, സമയം കുറച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഇപ്പൊ നമ്മൾ വി ആർ ബൗണ്ട് ബൈ ടൈം, റൈറ്റ്? നമുക്ക് ടൈം വളരെ ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം. സ്പേസ് കുറെ എടുത്താലും പെട്ടെന്ന് കാര്യം തീർക്കുവാണെങ്കിൽ നമ്മൾ അതേ പ്രിഫർ ചെയ്യുള്ളൂ. ഓൾറൈറ്റ്. സോ നമ്മൾ എന്താണ്, അൽഗോരിതത്തെ അളക്കുമ്പോഴത്തേക്കും ടൈം കോംപ്ലക്സിറ്റിയുടെ ക്രൈറ്റീരിയ ആണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഓൾറൈറ്റ്. സോ നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്ന അനാലിസിസിലെല്ലാം നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആണ് കൂടുതൽ നോക്കുന്നത്. കാരണം സ്പേസ് നമുക്ക് അത്രയും വലിയ വിഷയമില്ല, സ്പേസ് നമുക്ക് വി ക്യാൻ ക്രിയേറ്റ്, പക്ഷെ നമുക്ക് കാര്യം പെട്ടെന്ന് നടക്കണം, റൈറ്റ്? ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇൻ ഓർഡർ ടു അനലൈസ് an algorithm the main criteria is time, right? Now ടൈം കോംപ്ലക്സിറ്റി ആണ് ഇനി മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈം കോംപ്ലക്സിറ്റിയിൽ 3 സിനാരിയോസ് ഉണ്ട്. ഒന്ന് ബെസ്റ്റ് കേസ്, രണ്ടാമത്തെ വേർസ്റ്റ് കേസ് ആൻഡ് മൂന്നാമത്തെ ആവറേജ് കേസ്. സോ റൈറ്റ്, ഫസ്റ്റ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, ബെസ്റ്റ് കേസ് എന്താണ്. സോ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ മിനിമം എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ബൈ ആൻ അൽഗോരിതം ടു കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. അതാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയും. ഇറ്റ് റീപ്രസെന്റ്സ് ദി മോസ്റ്റ് ഫേവറബിൾ സിറ്റുവേഷൻ. വൈ? ബിക്കോസ് ഇറ്റ് ഡസ് ദ വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം. നൗ it is the minimum amount of time required by an algorithm to complete its execution, right? ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ലീനിയർ സെർച്ചിന്, നിങ്ങൾക്ക് ലീനിയർ സെർച്ച് പ്രോപ്പർ ആയിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സപ്പോസ് ഇങ്ങനെ കിടക്കുവാണ്, റൈറ്റ്? സപ്പോസ് ഇത് എത്ര, ഈ ഒരു 5 1 2 3 4 5, റൈറ്റ്? 5 സൈസിന്റെ ഒരു അറയാണ് ആൻഡ് വി നീഡ് ടു സെർച്ച് ഫോർ 25, റൈറ്റ്? ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടി, 25 കിട്ടി. അപ്പൊ എന്താണ്, ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്, റൈറ്റ്? കാരണം എന്താണ്, എനിക്ക് അത്രയും സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ലീനിയർ നമുക്കറിയാം, ഒരു അറ്റത്ത് നമ്മൾ തുടങ്ങിയ അവസാനം വരെ നമ്മൾ സെർച്ച് ചെയ്യും. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് 25 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, ബെസ്റ്റ് കേസ് സിനാരിയോ. അപ്പൊ എന്താണ്, ഓൺലി 1 കമ്പാരിസൺ ഇസ് റിക്വയർഡ്. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് ബെസ്റ്റ് കേസ് സിനാരിയോ ആണ്, റൈറ്റ്? സപ്പോസ് വേറൊരു എക്സാമ്പിൾ, യു ആർ ലുക്കിംഗ് ഫോർ എ ഫ്രണ്ട് ഇൻ യുവർ ക്ലാസ് റൂം. നമ്മൾ നോക്കിയ ഉടനെ തന്നെ ഫസ്റ്റ് സീറ്റിൽ തന്നെ അവൻ ഇരിപ്പുണ്ടെങ്കിൽ അവൾ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഓ ബെസ്റ്റ് കേസ് സിനാരിയോ എനിക്ക് സംഭവം കിട്ടി, റൈറ്റ്? സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി, റൈറ്റ്? നൗ
ഇനി വേഴ്സ്റ്റ് കേസ് നമ്മൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ്സ് എ മാക്സിമം എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ബൈ ആൻ അൽഗോരിതം, റൈറ്റ്? എത്ര മാക്സിമം സമയം എടുക്കും ഒരു അൽഗോരിതത്തിന്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത്, റൈറ്റ്? ഇത് ഏറ്റവും നമുക്ക് ലീസ്റ്റ് ഫേവറബിൾ സിറ്റുവേഷൻ ആണ്, റൈറ്റ്? ഇപ്പൊ നമ്മൾ നോക്കിക്കേ, സപ്പോസ് നമ്മൾ 70 ആണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇതുമല്ല ലാസ്റ്റ് നമ്മൾ പോയപ്പോഴാണ് നമ്മൾ എന്താണ്, നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് 5 കമ്പാരിസൺ വേണ്ടി വന്നത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് ആണ്, റൈറ്റ്? സപ്പോസ് നമ്മുടെ ഫ്രണ്ട് ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ നമ്മളിങ്ങനെ തപ്പി അവസാനം പോയപ്പോഴാണ് നമ്മൾ കാണുന്നത്. സോ ഏറ്റവും വേഴ്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റിക്വയർസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ബൈ ആൻ അൽഗോരിതം. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ പറയും? ടൈം കോംപ്ലക്സിറ്റി, വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയും, റൈറ്റ്? സോ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും, സപ്പോസ് ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറയുവാണ്, മാക്സിമം 10 മിനിറ്റ്, റൈറ്റ്? സോ മാക്സിമം 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുമ്പാവാം, റൈറ്റ്? സോ നമ്മൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ പറയുകയാണ് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 10 മിനിറ്റ് ഏറ്റവും മാക്സിമം ആണ്, റൈറ്റ്? സോ മാക്സിമം എമൗണ്ട് ഓഫ് ടൈം, റൈറ്റ്? ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ പറയുവാണ് കറക്റ്റ് ടൈമിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്ന് പറയുവാണ്, ഓൾറൈറ്റ്? ഇപ്പൊ നമ്മൾ എത്ര സമയത്തിനുള്ളിൽ എത്തും? നമ്മൾ പറയുകയാണ് ഒരു മാക്സിമം 1 hour, റൈറ്റ്? ദാറ്റ് മീൻസ് വി ആർ ഗിവിംഗ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമ്മൾ കൊടുക്കുന്നത് 1 hour, റൈറ്റ്? സോ ബെസ്റ്റ് കേസ് എന്താണ്? ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, റൈറ്റ്? സോ ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും വേഴ്സ്റ്റ് കേസിനേക്കാൾ ഓൾവേസ് കുറവായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് പറയാൻ പോകുന്നത്, റൈറ്റ്? സോ ഞാൻ ആദ്യമേ ഇത് അഡ്വാൻസ് ആയിട്ട് പറയുവാണ്, നമ്മൾ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കാം. കാരണം എന്താണ്, നമ്മൾ ഒരു അൽഗോരിതത്തെ അളക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് പറയും, വേഴ്സ്റ്റ് കേസിൽ അത് എവിടം വരെ എത്ര സമയം വരെ എടുക്കും, അതായിരിക്കും ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി, റൈറ്റ്? സോ ബെസ്റ്റ് കേസ് നമ്മൾ എടുത്തതിന് എപ്പോഴും ബെസ്റ്റ് കേസ് ആവണമെന്നില്ല, റൈറ്റ്? സോ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയിൽ വേഴ്സ്റ്റ് കേസ് ആണ് നമ്മൾ എപ്പോഴും, നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്, റൈറ്റ്? ഇനി ആവറേജ് കേസ് എന്താണ്? ആവറേജ് കേസ് എന്ന് പറയുമ്പോൾ ആവറേജ് എക്സിക്യൂഷൻ ടൈം കൺസിഡറിംഗ് ഓൾ പോസിബിൾ ഇൻപുട്ട് കേസസ്, റൈറ്റ്? എന്തായിരിക്കും ഈ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മിഡിൽ കേസസ്, റൈറ്റ്? നമ്മൾ എന്നാ വേഴ്സ്റ്റിലോട്ടും പോയില്ല, എന്നാൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ല, പൊസിഷൻ നമ്മൾ മിഡിൽ പൊസിഷനിൽ കിട്ടുന്ന നമ്മൾ ആവറേജ് കേസ് എന്ന് പറയാം, റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും വി വിൽ ലേൺ അബൌട്ട് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. എന്താണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, അതിന്റെ ഡെഫിനേഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.